നമ്മുടെ ക്ലാസ് 8ന്റെ ബയോളജി, ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, ബേസിക് സയൻസിന്റെ എക്സാം നമ്മളിത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് എൻ്റെ കുട്ടികളെ വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബയോളജിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല. കെമിസ്ട്രിയുടെ കേസ് മിസ് നോക്കുന്ന സമയത്ത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ബയോളജിയുടെ എംഎസ്സിൻ്റെ പോർഷൻസിലുള്ള ഭാഗത്തുള്ള പറഞ്ഞുതരാം. ഒരുപാടൊന്നുമില്ല നമുക്ക്, കാരണം കൂടുതലും നമുക്ക് എന്താ പറയുക കുറച്ച് പോർഷൻസ് മാത്രമാണ് മെസ്സിൻ്റെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നോക്കാം. ഇവിടെ ലൈക്കൻസ് ആർ ദ പെർഫെക്റ്റ് എക്സാമ്പിൾസ് ഓഫ് സിംബയോസിസ് ഇൻ നേച്ചർ. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? വൈ? അതായത് ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അയ്യോ ഇത് മാറിപ്പോയോ? യെസ്, ഇതായിരുന്നു അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത്. ഈ ഫംഗൈനെയാണ് അപ്പുറത്തുള്ളത്. ഓക്കെ, അതായത് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതായത് ഇവിടെ ആൽഗയും ഫംഗസ് ഒക്കെ കൂടിയിട്ടുള്ള അസോസിയേഷൻ ഏതാണ് എന്നുള്ള സെയിം ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ലൈക്കൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ മ്യൂച്വലിസം എന്നുള്ളൊരു ഓപ്ഷനോടെ വന്നപ്പോൾ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്ക് ഇവർ എന്തിന് എക്സാമ്പിളാണ്? മ്യൂച്വലിസത്തിന് എക്സാമ്പിളാണ്. കാരണം രണ്ട് കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അവർ രണ്ടുപേർക്കും ഗുണമുണ്ടാകുന്ന ഒരു അസോസിയേഷൻ ആയതുകൊണ്ടാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് അബദ്ധവശാൽ മ്യൂച്വലിസം വന്നാണെന്നുണ്ടെങ്കിലും അത് അവിടെ വന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ആൻസർ അവിടെ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസർ എൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കില്ലേ? ഇനി അടുത്തത് നമ്മുടെ ഫംഗൈ ആർ നോൺ ആസ് സാപ്രോഫൈറ്റ്സ്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗിവ് റീസൺ. ഫംഗൈ ആർ കൺസിഡർഡ് ആസ് ബോത്ത് പാത്തോജനിക് ആൻഡ് ബെനിഫിഷ്യൽ. അതായത് എന്താണ്? ഫംഗൈ എന്നുള്ളത് സാപ്രോഫൈറ്റ്സ് ആണെന്നാണ് പറയുന്നത് അല്ലേ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് എന്താണ് മക്കളെ, ഈ ഫംഗസ് നോക്കിക്കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റാസിനാണ്. ഇതിൽ മിസ് ഒരു ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ ഇതല്ല, ഇത് കൂടാതെ നമ്മൾ കുറേ ഫംഗസിനെ കുറിച്ചിട്ട് വേറെയും സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. മിസ് അപ്പോൾ തൽക്കാലത്തിന് ഒരെണ്ണം ജസ്റ്റ് വെച്ചു എന്നുള്ള. ഓക്കെ, അതായത് ഫംഗസ് എന്നുള്ളത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റാസിനാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എന്ത് വിളിക്കുന്നത്? സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇവർ പാത്തോജനിക് ആണ് ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ അതും കഴിഞ്ഞ ദിവസമാണോ അത് ഇന്ന് രാവിലെ ആണോ എന്ന് മിസ്സിന് ഓർമ്മയില്ല, നമ്മുടെ ലൈവിൽ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അസുഖങ്ങൾ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ കാൻഡിഡയാസിസ്, അതേപോലെ തന്നെ നമ്മുടെ റിംഗ്വം ഡിസീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? പിന്നെ അതേപോലെ തന്നെ ബെനിഫിഷ്യൽ ആണെന്ന് പറഞ്ഞു അല്ലേ? അതായത് നമുക്കിപ്പോൾ ഈസ്റ്റ് ആയാലും ഒക്കെ എന്താണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കാൻ, ഫുഡ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാണെന്ന് പറഞ്ഞില്ലേ? അത് അങ്ങനെ എൻ്റെ കുട്ടികളോട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് സെയിം സാധനം വൂൾഫിയ സാൽവീനി അസോള നമ്മളവിടെ ചെയ്തിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇത് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബുസ്റ്റിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള ബോഡി സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷെ എന്താണ്? വൂൾഫിയ എന്നുള്ളത് എന്താണ്? ഡിഫറെൻറ്റ് ഫാമിലിയാണ്. എക്സ്പ്ലെയിൻ. കാരണം എന്താണ്? ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൂൾഫിയും സാൽവീനിയും ഏകദേശം സെയിം സ്ട്രക്ചറാണ് അല്ലേ? പക്ഷേ ഈ സാൽവീനിയുടെ ഫാമിലിയാണ് ആര്? സാൽവീനിയ എന്ന് പറയുമ്പോൾ അസോളയുടെ ഫാമിലിയിലാണ് വരിക. വൂൾഫിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് വരിക? അവർ ആന്തൂറിയത്തിൻ്റെ ഫാമിലിയിലാണ് വരിക. കാരണം എന്താണ്? അവർ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പിലാണ് പെടുന്നത്. അവരുടെ ഫീച്ചേഴ്സാണ് അവർക്ക് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? വൂൾഫിയ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അവർ സെപ്പറേറ്റ് ഗ്രൂപ്പിലാണ് പെടുത്തുക. ഓക്കെ, അതവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ എവല്യൂഷണൽ ഫീച്ചേഴ്സും ജനറ്റിക് ഫീച്ചേഴ്സ് നോക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുള്ളൂ. ഇനി എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഓഫ് കോംപ്ലക്സിറ്റി ഓഫ് യൂക്കാരിയോട്ടിക് സെൽസ് വെൻ ദേ ആർ എവോൾവ് ഫ്രം പ്രോകാരിയോട്ടിക് സെൽസ് അല്ലെ? പ്രോകാരിയോട്ടിക് സെൽ യൂക്കാരിയോട്ടിക് സെൽ ആവുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചാൽ പോരെ? സെയിം നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയല്ലേ? അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസസും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓൾ ദ റേഷ്യൽ ഡിഫറൻസസ് ആർ എവിഡന്റ് അമംഗ് ഹ്യൂമൻസ്. ഓൾ ഹ്യൂമൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സ്പീഷീസ് സാപ്പിയൻസ് അല്ലേ? അതായത് നമ്മളൊക്കെ എന്താണ്? അതും നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ബൂസ്റ്റിൽ നമ്മൾ ചെയ്തായിരുന്നു. ഹ്യൂമൻ ബീങ്സ് ഓരോരുത്തരും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മളെല്ലാവരും ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരൊറ്റ സ്പീഷീസിൽ വരുന്നതാണ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീനസ് എന്താണ്? ഹോമോ ആണ്. അതേപോലെ തന്നെ സ്പീഷീസ് എന്താണ്? നമ്മുടെ സാപ്പിയൻസ് ആണ്. കാരണം എന്താണ്? നമ്മളെല്ലാവരും ഒരു സ്പീഷീസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. നമുക്ക് പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താ പറയുക, റീപ്രൊഡ്യൂസിങ് ചെയ്യാൻ പറ്റുന്ന യങ് വൺസിന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ സ്പീഷീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരൊറ്റ സ്പീഷീസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കുക. റെഡി? പിന്നെ അതേപോലെ തന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, നാനോ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾസ് ഇവിടെ എഴുതിക്കൂടെ? ഇവിടെ 1, 2, 3 ഏതൊക്കെയാണെന്നുള്ള അടയാളപ്പെടുത്താനാണ് നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ? നാനോ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾസ് ഇവിടെ നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ് ഏതാണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ റൈസോബിയം, അസോസ്പൈറലം അതെന്തിന് എക്സാമ്പിളാണ്? ഇവിടെ ഏതാ വരെ മക്കളെ? ഇവിടെ 1 ഏതാണെന്നുള്ള ചോദ്യം. ഏതാണ്? ബയോ ഫെർട്ടിലൈസർ. അതെന്താണെന്നുള്ളത് എഴുതി വയ്ക്കുക. എന്താണ്? മൈക്രോബ്സ് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്നുള്ളത് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈഗർ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതാരും എഴുതിയിട്ടില്ല എന്ന് പറയരുത്. കാരണം ഇത് മിസ് ഒരു കുറേ വട്ടം മിസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നുള്ളത് കഴിഞ്ഞ രാത്രിത്തെ ലൈവിലും അതേപോലെ തന്നെ മോർണിംഗ് ബൂസിലും ഒക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ടൈഗറിന്റെ ക്ലാസിഫിക്കേഷൻ അത് ചോദിക്കുന്നുള്ളത്.
പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ നമ്മുടെ ടൈഗേഴ്സ് ആയാലും ലയൺസ് ഒക്കെ ആയാലും എന്താണ് നെയിം ദ ഫൈലം ഇൻ വിച്ച്, ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഫൈലത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുക? ഇവർ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ഫൈലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈലം കോഡേറ്റിലാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ വരുന്നത്. അവരുടെ ഫീച്ചേഴ്സ് ആയിരിക്കും സെയിം ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് ആണല്ലോ. ഇനി ഇവിടെ ലെപ്പർഡ് ആൻഡ് ടൈഗർ ബിലോങ് ടു ദ ജീനസ് പാന്തറ അല്ലേ? രണ്ട് ലെപ്പർഡ് ആയാലും നമ്മുടെ ടൈഗർ ആയി കഴിഞ്ഞാലും പാന്തറ എന്നുള്ള ജീനസിലാണ് വരിക. പക്ഷെ എന്താണ് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് അല്ലേ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് യങ് വൺസിന് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ട് തന്നെയായിരിക്കും നിലനിൽക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ കുറച്ച് പോർഷൻസ് മിസ് പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെമിസ്ട്രിയുടെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ സായി സാറും അതേപോലെ തന്നെ നമ്മുടെ ജസീൽ സാറും ഇന്ന് ഇവിടെ ഈ ഒരു സമയത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ മിസ്സാണ് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പേടിക്കേണ്ട, ഞാൻ ഭയങ്കര ക്ലാസ് കൊടുത്ത് പറഞ്ഞില്ല. അവർ മിസ്സിന് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാതും അടിപൊളിയായിട്ട് സാറുമാർ പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം 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 നോക്കി നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് സബ്സ്റ്റൻസ് ഇൻ ആൻ aqueous solution can turn the color of red litmus paper to blue? ഏതാണ് മക്കളെ? മാഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആർ ഗിവൺ ബിലോ. ഇവിടെ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി സിൽവർ ആണ്. അതേപോലെ സോഫ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് ലിഥിയം ആണ്. മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഏതാണ്? ഗാലിയം ആണ്. ഇതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് മിസ്സോട് വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ സായി സാർ എൻ്റെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ മെറ്റൽസ്. നോൺ മെറ്റലിന്റെ ക്യാരക്ടേഴ്സ് ഇതാ ഇവിടെ സാർ ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് എഴുതാം. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് any one instance where the ductility of metals is utilized. Ductility യൂട്ടിലൈസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഇതാ ഇവിടെ പറയുന്നത്. ഡക്ടിലിറ്റി ഏതൊക്കെയാണ്? ഇലക്ട്രിക് വയേഴ്സ്, ഫിലമെന്റ് ഓഫ് ബൾബ് എന്നൊക്കെ പറഞ്ഞിട്ട് സാർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ യൂസിങ് മെറ്റൽസ് ടു യൂസ് ഐറ്റംസ് ലൈക്ക് ആംഗ്ലെറ്റ്സ് അതേപോലെ തന്നെ നമ്മുടെ ഇലത്താളതൊക്കെ ഇതൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സൗണ്ട് വരണ്ടേ? അപ്പോൾ അതിനേതായിരിക്കും സൊണോറിറ്ററി എന്നുള്ള ഫീച്ചറാക്കി ഉപയോഗിക്കുക. അതൊക്കെ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗിവ് എൻ എക്സാമ്പിൾ ഫ്രം ഡെയിലി ലൈഫ് ദാറ്റ് യൂട്ടിലൈസസ് ദ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി നമ്മളെന്താണ് ഈ മൺപാത്രം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അലുമിനിയം പാത്രം ഉണ്ടല്ലേ, അത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആ ഒരു ചൂട് അതിൻ്റെ ഉള്ളിലേക്ക് വേഗം കയറും അല്ലേ? അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ പറയാം. സാറും ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വൈ അലുമിനിയം ഫോയിൽ ഈസ് യൂസ്ഡ് ടു റാപ്പ് ടാബ്ലറ്റ് ആൻഡ് ഫുഡ് ഐറ്റംസ്. എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? അവർക്ക് ഹൈ മാലിബിലിറ്റി ഉള്ളതുകൊണ്ട് അല്ലേ? അതും സാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ carbon dioxide reacted with water in presence of sunlight to produce glucose and oxygen. What are the reactants? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറാണ് എന്താ അവിടുത്തെ റിയാക്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എനർജി ചേഞ്ച് എന്താ ചോദിച്ചാൽ എന്താ പറയുക? ലൈറ്റ് എനർജി എന്തായിട്ട് മാറുകയാണ്? കെമിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഈച്ച് ഓഫ് ദ ഗിവൺ സബ്സ്റ്റൻസസ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാ മക്കളെ? ഇവിടെ സിങ്ക് ആണെന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് ഹൈഡ്രജൻ ആണ് റിലീസ് ചെയ്യുക. അതേപോലെ സോഡിയം കാർബണേറ്റ് ആണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. അത് രണ്ട് കാര്യങ്ങളും സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടെണ്ണം ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സിമ്പിൾസ് നമ്മളോട് എഴുതാനാണ് അതിൻ്റെ ലാറ്റിൻ നെയിമും. ഇപ്പോൾ സോഡിയം ആണെങ്കിൽ Na, നേട്രിയം എന്നാണ് അതിൻ്റെ ലാറ്റിൻ നെയിം. അയൺ ആണെങ്കിൽ Fe, ഫെറം എന്നുള്ളതാണ് അതിൻ്റെ ലാറ്റിൻ നെയിം എന്നുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ pH ആയി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ സൊല്യൂഷൻസിന് pH വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഹയസ്റ്റ് അസിഡിക്? ഹയസ്റ്റ് അസിഡിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? pH വാല്യൂ കുറവായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ അതേപോലെ തന്നെ ഐഡന്റിഫൈ ദ സൊല്യൂഷൻ എമംഗ് ദീസ് വിൽ നോട്ട് ചേഞ്ച്. കളർ ചേഞ്ച് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മക്കളെ? അത് നമ്മുടെ വാട്ടർ ആയിരിക്കും അല്ലേ? അതായത് എന്താണ് അവിടെ pH 7 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് സൊല്യൂഷൻ സി. പിന്നെ അതേപോലെ തന്നെ കൺസിഡർ ദ ഗിവൺ സൊല്യൂഷൻസ് ആൻഡ് ദെയർ pH വാല്യൂസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതിൽ വിച്ച് എമംഗ് ദീസ് ഈസ് ദ aqueous സൊല്യൂഷൻ ഓഫ് നോൺ മെറ്റൽ ഓക്സൈഡ്? നോൺ മെറ്റൽ ഓക്സൈഡിന് pH ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നാലാമത്തെ സൊല്യൂഷനാണ് അതിൻ്റെ ആൻസർ. Which solution among the given shows the highest basic nature? Highest basic nature കാണിക്കുന്ന ആരായിരിക്കും? highest basic nature. അപ്പോൾ അതേ കൂടുതലായിക്കണ്ടേ pH? അപ്പോൾ അതേ 10 എന്നുള്ള രീതിക്ക് കൊടുത്തു. ഓക്കെ, പിന്നെ അടുത്തത് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ കെമിക്കൽ നെയിം. കെമിക്കൽ നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഗ്യാസ് ദാറ്റ് ടേംസ് ലൈം വാട്ടർ മിൽക്കി. ലൈം വാട്ടർ മിൽക്കി ആക്കുന്ന ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ ദ കെമിക്കൽ സബ്സ്റ്റൻസ് നോൺ ആസ് കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് NaOH. പിന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോംഡ് വെൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു സോഡിയം. സോഡിയത്തിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഏതാണ്? നമ്മുടെ AgCl എന്നുള്ളത് അവിടെ എഴുതി വെച്ചത്. അതൊക്കെ സാർ പഠിപ്പിച്ചെന്നാട്ടോ. ഓക്കെ, മിസ് സെപ്പറേറ്റ് പഠിപ്പിച്ചെന്നല്ല പറഞ്ഞിരുന്നല്ല, ഇതൊക്കെ സാറിൻ്റെ സ്ക്രീൻഷോട്ടിൽ നിന്ന് മിസ് പറഞ്ഞിരുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ.
അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീസൺ ഏതാണ് പറഞ്ഞിട്ടുള്ളത്, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ കെറോസിൻ. കാരണം എന്താണ് മക്കളെ, കാരണം അവർ നമ്മുടെ എയർ ആയിട്ട് നല്ലോണം റിയാക്ട് ചെയ്യുന്നത്, ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് അതിനെ കെറോസിനിൽ സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി വി യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽസ് മോർ ഓഫൻ ദാൻ അയൺ വെസൽസ്. എന്തുകൊണ്ടാണ് നമ്മൾ അയൺ വെസൽസിനേക്കാളും സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽസ് ഉപയോഗിക്കുന്നത്? കാരണം ഈ പറയുന്ന മറ്റേതാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ലേ, അതുകൊണ്ടാണ് അയൺ വെസൽസിനേക്കാൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽസ് വെക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഗോൾഡ് ഓർണമെന്റ്സ് ഡു നോട്ട് ലോസ് ദെയർ ലസ്റ്റർ ഈവൻ വെൻ എക്സ്പോസ് ടു എയർ. കാരണം എന്താണ്, ഗോൾഡ് ഓർണമെന്റ്സ് അതിന് തിളക്കം നഷ്ടപ്പെടാത്തുള്ള കാരണം എന്താണ്, കാരണം അത് എയർ ആയിട്ട് റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, ഇനി സജസ്റ്റ് 2 മെത്തേഡ്സ് ടു പ്രിവെന്റ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. അതും സാറിതോടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, അതും സെയിം ക്വസ്റ്റ്യനിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ഈ പെയിന്റ് ഒക്കെ അടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ അയൺ ഒബ്ജക്ട്സ് യൂഷ്വലി റസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ആൻഡ് എയർ. റൈറ്റ് എനി അതർ ഫാക്ടർ വിച്ച് ആക്സിലറേറ്റ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ. അയണിന്റെ ഇത് കൂട്ടുന്ന ഏതാണ്, ഒന്ന് ആസിഡും പിന്നെ അതേപോലെ തന്നെ സാൾട്ടും. അതും സാർ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ നമ്മുടെ കെമിസ്ട്രിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ എൻ്റെ കുട്ടികൾക്ക് ഇത് ഓരോന്നായിട്ട് എല്ലാ ആൻസർ കീയും പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നുള്ളത് എന്ത് ചെയ്യുക, മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ക്ലാസ് 8ന്റെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഒറ്റ ചാപ്റ്ററിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ കുട്ടിയൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് കരുതുന്നു. എഴുതാൻ പറ്റിയിട്ടുണ്ട്, നല്ല ഈസി ആയി എന്നുള്ള പറഞ്ഞ മെസ്സേജുകളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സെൽ ക്ലസ്റ്റേഴ്സ് എന്നാണ്. ഇതാ റുഡോൾഫ് വെർഷോ എന്താ പറഞ്ഞത്, ന്യൂ സെൽസ് ഫോം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ അല്ലേ, ഓൾറെഡി ഉള്ള കോശത്തിൽ നിന്നാണ് പുതിയ കോശം രൂപപ്പെടുക. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 2 ആണ്. പക്ഷേ P2 കിട്ടുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കുക, ഷ്ലൈഡൻ. അപ്പോൾ മിസ് പറഞ്ഞു ഷ്ലീഫ്ഡൻ, ലീഫ് എന്ന് ആലോചിക്കണം. പ്ലാന്റ്സ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ Q നമുക്ക് 3 കിട്ടണം. Q3 കിട്ടുന്ന ഈ ഒരു ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി അടുത്തത് നോക്കിക്കേ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നമ്മൾ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് കേട്ടോ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് കാപ്പബിൾ ഓഫ് കണ്ടിന്യൂസ് ഡിവിഷൻ, ശരിയാണ്. മെരിസ്റ്റംസ് ഫൗണ്ട് അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട് ഇസ് കോൾഡ് ഇന്റർകാലറി, അത് തെറ്റാണ് അല്ലേ. ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെമ്മിൽ കാണുന്നത് ഏതാണ്, ഏപ്പിക്കൽ മെരിസ്റ്റം അല്ലെ, അഗ്രമെരിസ്റ്റം ആണ്. ഇനി മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്ലാന്റ് ഗ്രോത്ത്, അതും ശരിയാണ്. അപ്പം രണ്ടാമത്തെ തെറ്റാണ്, 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ 1 and 3 ആർ കറക്റ്റ്, 2 is ഇൻകറക്റ്റ്. എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് നമുക്കൊരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. Different types of microscopes are used to observe minute cells. Analyze the statement and answer the question. Okay, a compound microscope can be used. A compound microscope can be used to see objects with a greater clarity than a simple microscope. എന്തുകൊണ്ടാണ്? കാരണം സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ആകെ ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിലധികം ലെൻസ് ഉണ്ട്. അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പിനേക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റും. ഇനി അടുത്തത്, compound microscope is not sufficient to understand the structure of a cell organelle. Do you agree with the statement? ശരിയാണോ? യെസ് ഐ എഗ്രി. കാരണം എന്താ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് സെൽ ഓർഗനൽസിനെ കാണാം. മൈറ്റോകോൺട്രിയനെ കാണാം, സൈറ്റോപ്ലാസം കാണാം, അതേപോലെ തന്നെ നമ്മുടെ RBC കാണാം, സെൽസിനെ കാണാം, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കാണാം. പക്ഷേ ടു ഒബ്സർവ് ദ സ്ട്രക്ചർ ഓഫ് സെൽ ഓർഗനൽ, ആ സെൽ ഓർഗനലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, മൈറ്റോകോൺട്രിയൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റില്ല. അതിന് നമ്മൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണം. അതല്ലെങ്കിൽ അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ളത് കാണാൻ വേണ്ടി പറ്റില്ല. ക്ലോറോപ്ലാസ്റ്റിനെ കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ്താവന ശരിയാണ്. ഇനി അടുത്തത്, the simple tissues and complex tissues of plants are formed from a special kind of tissue. Okay, name the special kind of cell that can develop into different plant tissues. But different plant tissues ഒക്കെ ആയിട്ട് മാറുന്നത് ആരാണ്? നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെ മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. നെയിം ദ കൈൻഡ് ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മെരിസ്റ്റമാറ്റിക് സെൽ അല്ലേ. മെരിസ്റ്റമാറ്റിക് സെല്ലിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാവരും ഫോം ചെയ്യുന്നത്. കാരണം ഡിവൈഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ അവർ പെർമനന്റ് ആവുന്നതാണ്. ഇനി റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദോസ് സ്പെഷ്യൽ സെൽ റെഫർ ടു ദ എബവ് സ്റ്റേറ്റ്മെന്റ്. മീൻസ് എല്ലാ ലൈവിലും ഞാൻ പറയാറുണ്ട് മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ ആ ഒരു ഡയഗ്രാം
നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ഡയഗ്രാം ചോദിക്കുക എന്നുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചത്. തിൻ സെൽ വാൾ, അബണ്ടന്റ് സൈറ്റോപ്ലാസം, ലാർജ് ന്യൂക്ലിയസ്. ഇനി ഇതാ നമ്മുടെ പ്ലാൻ സെൽ. ഇന്നലെ കൂടെ നമ്മൾ ലേബൽ ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നലത്തെ നമ്മുടെ മാരത്തോണിലും പിന്നെ നമ്മുടെ ഇന്നലത്തെ അല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ മാരത്തോണിലും നമ്മുടെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിലെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാരാണ്? ഇത് നമ്മുടെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ആണ്. P നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് ആണ്. Q നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ് അല്ലേ? അപ്പോൾ P ഗോൾഗി കോംപ്ലക്സ്, Q നമ്മുടെ മൈറ്റോകോൺട്രിയ. അടുത്തത് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പാർട്ട് ലേബിൾഡ് Q? Q എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തിന്റെ പ്രാധാന്യം എനർജി പ്രൊഡക്ഷൻ സെന്റർ, ഊർജോൽപാദന കേന്ദ്രമാണ്. അടുത്തത് വൈ സെൽ മെംബ്രെയിൻ ഇസ് നോൺ ആസ് സെലക്ടീവ്ലി പെർമിബിൾ. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇറ്റ് ഡസ് നോട്ട് അലൗ ഓൾ സബ്സ്റ്റൻസ് ടു പാസ്. എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യില്ല? കടത്തിവിടൂല. അതുകൊണ്ടാണ് വർണ്ണതാരിസ്ഥലം അല്ലെങ്കിൽ സെമി പെർമിബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. എക്സും വൈയും. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻ കൈമ അവരുടെ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞിട്ട് ഫുഡ് ഫോർമേഷനും ഫുഡ് സ്റ്റോറേജും. വൈ കോളൻ കൈമ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇനി സെഡ് ഗിവ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ടിഷ്യൂ ഹെൽപ്പ് ഇൻ ദാറ്റ്? സെഡ് എന്ന് പറഞ്ഞാൽ സ്ക്ലീറൻ കൈമ, അതിന് സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കും. കാരണം എന്താണ്? എല്ലാ ഭാഗവും ഒരുപോലെ തിക്കായിട്ടുള്ള സെൽ വോളാണ്. യൂണിഫോം തിക്നെസ് ഉള്ള എല്ലാ ഭാഗവും ഒരുപോലെ തിക്കായിട്ടുള്ള സെൽ വോൾ ഉള്ളതുകൊണ്ടാണ്. ഇനി അടുത്തത് വിച്ച് ആർ ദ കോംപ്ലക്സ് ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ്? സൈലം ഫ്ലോയം. ഇനി ഹൗ ഡു കോംപ്ലക്സ് ടിഷ്യൂ ഡിഫർ ഫ്രം സിമ്പിൾ ടിഷ്യൂ? കാരണം സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും അതായത് കോംപ്ലക്സ് ടിഷ്യൂസിൻ്റെ സെൽസിൻ്റെ സൈസും ഷേപ്പും എല്ലാം ഡിഫറെൻ്റ് ആണ്. മറ്റേ സിമ്പിൾ ടിഷ്യൂസ് ആണെങ്കിൽ എല്ലാം ഒരേ സൈസും ഒരേ ഷേപ്പുമാണ്. ഓക്കെ, അത്രയാണ് നമ്മുടെ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം സിമ്പിൾ ആയോ എന്നൊക്കെ ഉള്ളത് എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ട മക്കൾക്ക് എല്ലാവർക്കും ഈസി ആയി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫസ്റ്റ് മുതലൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ക്രാഷ് കോഴ്സിൽ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ ഫിസിക്സ് നമ്മൾ തൂക്കിയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം നമ്മൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഈ ഒരു ഫിസിക്സ് എക്സാമിന് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 20 ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നടന്നിട്ടുള്ള മാരത്തോണുകൾ എൻ്റെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കുട്ടികൾക്ക് ഒരു മാർക്ക് പോലും പോകാൻ വേണ്ടി പോകില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിസിക്സ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒന്ന് എന്ത് ചെയ്യുക മക്കളെ, കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ആകാംക്ഷ ഞാൻ കളയുന്നില്ല. നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതേപോലെ സൂപ്പർ ഈസി ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് ഇനി ഫൈനൽ എക്സാമിൽ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്തോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് നേടിത്തരുന്ന കാര്യം നമ്മൾ ഏറ്റു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തന്നെ നമുക്ക് ഫിസിക്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ വിത്ത് പ്രൂഫാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നോക്കാം. വൈ ഡസ് ദ ഡൈവർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലേക്ക് എക്സ്പീരിയൻസ് മോർ പ്രഷർ ദാൻ അറ്റ് ദ സർഫസ് എന്നാണ് പറഞ്ഞത്. അല്ലേ, നമുക്കറിയാം ഒരു ലേക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ പ്രഷർ കുറവും അതേപോലെ തന്നെ ഉള്ളിൽ അതായത് ആഴത്തിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ അലക്സ് സാർ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രഷർ എന്ന് പറയുന്നത് ഡെപ്ത് കൂടുമ്പോൾ കൂടും എന്നുള്ള കാര്യം അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് വരിക മക്കളെ? ഓപ്ഷൻ സി ആണ് വരിക. ഫ്ലൂയിഡ് പ്രഷർ ഡെപ്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാർക്ക് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇനി അടുത്തത് നോക്കുക. ഒരു സ്റ്റേറ്റ്മെന്റും റീസണും ആണ് തന്നിട്ടുള്ളത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക. ആൻ ഇലക്ട്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് ഫോർ ഡിറ്റക്ടിങ് ദ പ്രസൻസ് ഓഫ് ദ ഇലക്ട്രിക് ചാർജ് ഇൻ ഒബ്ജക്റ്റ്. അല്ലേ, നമുക്കറിയാം ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ചാർജിനെ ഡിറ്റക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ അത് ശരിയാണ് അല്ലേ? അത് ശരിയാണ്. ഇനി റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ ലീവ്സ് ഓഫ് ദ ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് കം ക്ലോസർ ആഫ്റ്റർ ലോങ് ടൈമിൽ. എന്താ പറയുന്നത്? അതായത് ഈ ഇലക്ട്രോസ്കോപ്പിൻ്റെ അല്ലെ ഒരു ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീവ്സ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടുത്ത് വരും എന്നാണ് പറയുന്നത്. ശരിയാണോ? അത് പൊട്ടത്തെറ്റാണ് അല്ലേ? സോ നോക്കാം. നമുക്കറിയാം അതായത് ഈ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോസ്കോപ്പ് അല്ലേ, ചാർജ് ഇങ്ങനെ ആവുന്ന സമയത്ത് അത് ഇങ്ങനെ നിൽക്കും ആണല്ലോ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറേ നേരം അല്ലേ, അതായത് ദ ലീവ്സ് ഓഫ് ദ ചാർജ് ഇലക്ട്രോസ്കോപ്പ് കം ആഫ്റ്റർ ലോങ് ടൈം അല്ലെ, കുറേ നേരം അതായത് ചാർജ് ഇങ്ങനെ നിൽക്കുമായിരിക്കും. അവരിങ്ങനെ വിട്ടാണ് നിൽക്കുക. പിന്നെ കുറേ കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? അടുത്തടുത്തേക്ക് വരാൻ വേണ്ടി പോകും. അത് ശരിയാണ്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ? അല്ല അല്ലേ, ഒരിക്കലും അല്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റീസണും ട്രൂ ആണ്. പക്ഷേ റീസൺ എന്ന് പറയുന്നത് എക്സാക്ട് എന്തിൻ്റെ റീസൺ അല്ല, അതായത് ആ സ്റ്റേറ്റ്മെന്റിനുള്ള റീസൺ അല്ല എന്നാണ് എൻ്റെ കുട്ടികൾ എഴുതി വെക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിയാണ് പറയുന്നത് അല്ലേ. റൈറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ഇൻ എ ഫണ്ടമെന്റൽ യൂണിറ്റ്. അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SI യൂണിറ്റിലേക്ക് ഫണ്ടമെന്റൽ യൂണിറ്റിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്?
ടൈമാണ് അല്ലേ, ടൈമാണെന്ന് നമുക്കറിയാം. ആ ടൈം എത്ര നമുക്കറിയാം, ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ടൈം എന്താ, സെക്കൻഡ് ആണ്. അപ്പോൾ എത്ര സെക്കൻഡ് ആണ്, 86,400 സെക്കൻഡ് എന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് കഴിഞ്ഞ നമ്മുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസിൽ അല്ലേ, ഷുവർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കാം. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചത്. അപ്പോൾ എൻ്റെ കുട്ടികൾ കൃത്യമായിട്ട് എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റിന് എഴുതിയാൽ മതി. മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ തന്നെ അവിടെ എൻ്റെ കുട്ടികൾക്ക് മാർക്ക് കിട്ടി കേട്ടോ. ഓക്കെ, ഇനി നോക്കാം നമ്മുടെ മാഗ്നറ്റിസത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഒബ്സർവ് ദ ഫിഗർ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ രണ്ട് മാഗ്നറ്റ്സിനെ ഒരുമിച്ച് വെച്ചിട്ടുള്ള രീതിയിലാണ് തന്നിട്ടുണ്ട്. ഇവിടെ നോർത്ത് പോൾ ആണ്, ഇവിടെ നോർത്ത് പോളും സൗത്ത് പോളാണ്. ആദ്യത്തെ ചോദ്യം, ഇൻ വിച്ച് അറേഞ്ച്മെന്റ് ഡു ദ മാഗ്നറ്റ്സ് റിപ്പൽ ഈച്ച് അതർ. നമ്മുടെ അഞ്ചു മിസ് അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ച് തന്നിട്ട് ഏതാണ് ഇതാ നോർത്ത് പോൾ അല്ലേ, സെയിം ആയിട്ടുള്ള പോൾസ് വരുമ്പോഴാണ് ഇവർ എന്ത് ചെയ്യുന്നത്, റിപ്പലാണ് ചെയ്യുന്നത് അല്ലേ, വികർഷിക്കുന്നത്. അപ്പോൾ ഫിഗർ എക്സ് ആണ് കറക്റ്റ് കേട്ടോ. അതാ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് പോൾസ് ഓഫ് ദ മാഗ്നറ്റ്സ് റിപ്പൽ, അൺലൈക്ക് പോൾസ് അട്രാക്ട്. റെഡി. ഇനി ഇതിൻ്റെ ഒരു ബി പാർട്ട് ചോദ്യമുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിസം ബീൻ യൂട്ടിലൈസ്ഡ് ഇൻ മാഗ്ലെവ് ട്രെയിൻസ് ഫോർ റെഡ്യൂസിങ് ദ എനർജി ലോസ് ആൻഡ് നോയ്സ് പൊല്യൂഷൻ. നമുക്കറിയാം കൃത്യമായിട്ട് മാഗ്ലെവ് ട്രെയിൻസ് നമ്മുടെ അഞ്ചു മിസ് പഠിപ്പിച്ചു തന്നിട്ട് അല്ലേ. മാഗ്ലെവ് ട്രെയിൻസിൽ നമ്മളുടെ എന്താണ്, കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ കാന്തങ്ങൾ തമ്മിലുള്ള റിപ്പൽഷൻ ആൻഡ് അട്രാക്ഷൻ ആണ് അതിനെ മുമ്പോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ. അട്രാക്ഷൻ മുമ്പോട്ട് നീങ്ങാനും അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പൽഷനുമാണ് യൂസ് ചെയ്യുന്നത്. സോ മാഗ്നറ്റ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ കാരണം അഥവാ ഘർഷണം കാരണമുള്ള എന്താ പറയുക, ലോസ് ഇല്ല. അതേപോലെ തന്നെ ഇത് തമ്മിൽ എന്ത് സംഭവിക്കുന്നില്ല, ശബ്ദം ഉണ്ടാവേണ്ട ആവശ്യമില്ല അല്ലേ. ഒരേന്നില്ലാണ്ട് ശബ്ദമില്ല. അപ്പോൾ സൗണ്ടും അതിന് ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതും നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്ത നോക്കാം 4B, വീണ്ടും മാഗ്നറ്റിസത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇത് നോക്കിക്കേ, ഫിഗർ ഇല്ലുസ്ട്രേറ്റ്സ് ദ മെത്തേഡ് ഓഫ് ദ മാഗ്നറ്റ്. ഒരു ഹാക്സോ ബ്ലേഡിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ ഇവിടെ സൗത്ത് പോൾ ആണ്. സോ സ്വാഭാവികമായിട്ട് ഇവിടെ നോർത്ത് പോളിൽ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ദ പോൾസ് അറ്റ് P ആൻഡ് Q അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് നോർത്ത് വെച്ചാണ് റബ്ബ് ചെയ്യുന്നത്. സോ ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളാവും. അപ്പോൾ P നോർത്തും Q സൗത്തും എന്ന് എഴുതാം. ഇനി നോക്കുക, ഈവൻ എ വെരി സ്മോൾ പീസ് ഓഫ് ദ ഹാക്സോ ബ്ലേഡ് വിൽ ഹാവ് 2 മാഗ്നറ്റിക് പോൾസ്. റൈറ്റ് ഡൗൺ യുവർ റെസ്പോൺസ് ഇൻ യുവർ ഡയറി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു ഹാക്സോ ബ്ലേഡ് മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എത്ര കഷ്ണങ്ങളാക്കി കഴിഞ്ഞാലും നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും. കാരണം എന്താ, മാഗ്നറ്റിക് മോണോപോൾ 16 അല്ലേ. നമ്മുടെ കാന്തം എന്ന് പറയുന്നത് ഒരു ധ്രുവമായിട്ട് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല, സ്ഥിതി ചെയ്യുന്നില്ല. എപ്പോഴും അതിനെന്തുണ്ടാവും, 2 പോളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അവിടെ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെയും നമ്മുടെ 2 മാർക്ക് സെറ്റ് കേട്ടോ. ഇനി നോക്കുക, എക്സ്പ്ലെയിൻ ഹൗ ദ ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് പ്രൊട്ടക്ട് ബിൽഡിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഫ്രം ദ ചാപ്റ്റർ ആണ്. ലൈറ്റ്നിങ് കണ്ടക്ടർ എങ്ങനെയാണ്, ആ മിന്നൽ രക്ഷാചാലകം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അലക്സ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അങ്ങോട്ട് എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകം മിസ് പറയുന്നില്ല കേട്ടോ. ഇനി നോക്കിക്കേ, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ലൈറ്റ്നിങ് അല്ലെ. ലൈറ്റ്നിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം, ഷെൽട്ടറിൽ പോയി നിൽക്കുക, എന്താ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ പോയി നിൽക്കാതിരിക്കുക, അതുപോലെ തന്നെ നീളമുള്ള ട്രീസിൻ്റെ അടുത്തൊന്നും പോയി ഇരിക്കാതിരിക്കുക, ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ അൺപ്ലഗ് ചെയ്യുക, ലാൻഡ് ലൈൻസ് ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെ ഒരുപാടല്ലേ, വെറ്റായിട്ട് ഇരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നോക്കാം, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഫോർ എ പേഴ്സൺ ദാറ്റ് ഈസ് സ്ട്രക്ക് ബൈ ലൈറ്റ്നിങ് ടു ആൻഡ് പ്രസൻറ്റ് ഇൻ ദ സ്കൂൾ അസംബ്ലി എന്നാണ് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഒരാൾ മിന്നലേറ്റു. അപ്പോൾ മിന്നലേറ്റ് കഴിഞ്ഞാൽ അയാൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അവിടെ, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കാൻ വേണ്ടി പറ്റുകയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വെന്റിലേറ്റഡ് ഏരിയയിൽ പോയി കിടത്തുക. പിന്നെ അയാളുടെ ബോഡി നന്നായിട്ട് വാർമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ പ്രഷറിൽ കംപ്രഷൻസ് കൊടുക്കുക എന്നൊക്കെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും അല്ല. ഒരാൾ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നു അത് തന്നെയാണ് അവിടെ വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക, 6ാമത്തെ ചോദ്യമാണ്. ദ ഫിഗർ ഷോസ് ദ കോൺക്രീറ്റ് ബ്ലോക്ക് ഓഫ് 100 ന്യൂട്ടൺ പ്ലേസ്ഡ് ഓൺ ദ സാൻഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ് അല്ലേ. അപ്പോൾ 100 ന്യൂട്ടൺ ഫോഴ്സ് ഉള്ള ഒരു ബ്ലോക്കാണ്. ഇതിൽ ഇങ്ങനെയും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയും വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, റൈറ്റ് നോക്കുക, വെൻ ദ ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓൺ ദ സാൻഡ് ദ ഏരിയ ഓഫ് ദ ബ്ലോക്ക് ഇൻ കോൺടാക്ട് വിത്ത് ദ സാൻഡ് ഈസ് 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്താ, ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്. ഇനി വെർട്ടിക്കൽ ആയിട്ട് വെച്ചപ്പോൾ അവിടെ 0.25 മീറ്റർ സ്ക്വയർ ആയിരുന്നു അവിടുത്തെ ഏരിയ. വിച്ച് ബ്ലോക്ക് എക്സേർട്ട് മോർ പ്രഷർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്കറിയാം പ്രഷറും ഏരിയയും ഇൻവേഴ്സ്ലി ആണ് പ്രൊപ്പോർഷണൽ. ആർക്കാണോ ഏരിയ കുറവ് അയാൾക്കായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, വിച്ച് വൺ വിൽ ഹാവ് മോർ എ അല്ലേ. അപ്പോൾ ഇവിടെ ഏരിയ ആർക്കാ കൂടുതൽ, ഈ വെർട്ടിക്കലായിട്ട് വെച്ചതിനാണ് അല്ലേ. അപ്പോൾ വെർട്ടിക്കലായിട്ട് വെച്ചതിനാണ് ഏരിയ കുറവ്. അപ്പോൾ ആർക്കാണ് ഏരിയ കുറവ് അയാൾക്കായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പോൾ മോർ പ്രഷർ ഇതിനായിരിക്കും ഉണ്ടാവുക, ബിക്കോസ് ഓഫ് ഏരിയ കുറവായതുകൊണ്ട്. സിമ്പിൾ. അടുത്ത ചോദ്യം നോക്കിക്കേ, എ കാർ ഈസ്, അത്രയല്ലേ അവിടെ ചോദ്യമുള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ. നോക്കുക, എ കാർ ഈസ് കവേർഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 90 in 6 seconds അല്ലേ. അപ്പോൾ ഒരു കാറുണ്ട്,
90 മീറ്ററാണ് 6 സെക്കൻഡിൽ പോയത്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് 120 കിലോമീറ്റർ ഇൻ 2 അവർ. അപ്പോൾ 1 മീറ്ററിലും സെക്കൻഡിലും പറഞ്ഞിട്ടുണ്ട്, 1 കിലോമീറ്ററിലും അവറിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് കൂടുതൽ സ്പീഡിൽ പോയിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. ഇങ്ങനെയുള്ള ഒരു 2 ബസ്സുകളെ കമ്പയർ ചെയ്യുന്ന ഒരു ചോദ്യം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുക, രണ്ടിൻ്റെയും വെലോസിറ്റി കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കുക, ഫസ്റ്റത്തെ കേസിൽ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക, ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുക. അപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് വരും. ഈ 15 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 15 × 8/15 ചെയ്താൽ 18/5 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3 എന്ന് വരും. സോ നമുക്ക് എന്ത് വരും, 3 × അപ്പോൾ 54 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. ഓക്കെ, എത്രയാ, 54 കിലോമീറ്റർ പെർ അവർ. ഇനി അതേപോലെ 120 കിലോമീറ്റർ ഇൻ 2 അവേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ അതെന്തുകൊണ്ടാണ് ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയത്, ഇല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഇതിനെ കിലോമീറ്റർ പെർ അവറിനെ ആക്കിയിട്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, തിരിച്ചും ചെയ്യാം മറിച്ചും ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡിലാക്കിയിട്ട് ഈ 60 കിലോമീറ്റർ പെർ അവറിനെ നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി മതി. അപ്പോൾ 5/18 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും, 5 അങ്ങനെ ആ രീതിയിലും ചെയ്യാം കേട്ടോ. അതായത് ഡിവൈഡഡ് ബൈ 5/18 ചെയ്യാം, എന്നിട്ട് കട്ട് ചെയ്തിട്ടും ചെയ്യാം. പക്ഷെ അതിനേക്കാൾ എളുപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്, ഇനി നോക്കുക ദ സ്റ്റാറ്റിക്. അപ്പോൾ ആർക്കാണ് ഇവിടെ സ്പീഡ് കൂടുതലായിട്ടുള്ളത്, ഇവിടെ 54, ഇവിടെ 60. അപ്പോൾ ഏതാ, ദാറ്റ് ഈസ് എക്കാണ് അല്ലേ. അല്ല, സ്പീഡ് ആർക്കാ കൂടുതൽ, ബസ്സിനാണ് കൂടുതൽ അല്ലേ, ബസ്സിനാണ് കൂടുതൽ. ഇനി നോക്കിക്കേ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് റിമൈനിങ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ബീങ് ഏബിൾ ടു ഡോ. അല്ലെ, എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പറഞ്ഞിട്ട്, റൈറ്റ് ഡൗൺ ദ മെത്തേഡ്സ് ദാറ്റ് പ്രൊഡ്യൂസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഒബ്ജക്റ്റ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഒരു ഒബ്ജക്റ്റിലേക്ക് വരുത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, ചാർജിങ് ബൈ റബ്ബിങ് ചെയ്യാം, അതേപോലെ തന്നെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, ചാർജിങ് ബൈ കണ്ടക്ഷൻ പഠിക്കുന്നുണ്ട്. ആ 3ഉം ഡയറക്റ്റ് ചോദ്യമാണ് നമ്മുടെ അലക്സ് സാർ ലൈവിൽ എടുത്ത് തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെ ഫോട്ടോ കോപ്പിയർ മെഷീൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അവിടെ യൂസ് ചെയ്യുന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് നമ്മുടെ സാർ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതങ്ങ് എഴുതി കൊടുക്കുക. ഇനി മിസ് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് ഫ്രം ദ ക്ലാസ് ആണ്, ഡയറക്റ്റ് ഫ്രം ദ എന്താ പറയുക ടെക്സ്റ്റ് ബുക്കാണ്, ഒന്നും നമുക്ക് എക്സ്ട്രാ ആയിട്ടില്ല. അത് അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നോക്കുക, എ മെറ്റൽ സ്ഫിയർ ഫിക്സ്ഡ് ഓൺ ആൻ ഇൻസുലേറ്റഡ് സ്റ്റാൻഡ്. ഓക്കെ, ഇനി നോക്കുക, ഈസ് ഡിപ്പിക്റ്റഡ്. അപ്പോൾ ഒരു മെറ്റൽ സ്റ്റാൻഡിൽ അല്ലെ ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ട്, അതിന് സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നോക്കുക, ആൻ എബോണൈറ്റ് റോഡ് ഈസ് ചാർജ്ഡ് വിത്ത് എ വൂൾ ഈസ് പ്ലേസ്ഡ് നിയർ ദ സർഫസ് മാർക്ക്ഡ് എ. ഓക്കെ, അപ്പോൾ ഈ ഒരു സർഫസിൻ്റെ അടുത്ത് എബോണൈറ്റ് റോഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഡ്രോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ഓൺ ദ സ്ഫിയർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം, എബോണൈറ്റിനെ ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലേ. എബോണൈറ്റിനെ എങ്ങനെയാണ് ചാർജ് ചെയ്തത്, വൂളിൽ ഉരച്ചിട്ട്. അപ്പോൾ വൂളിൽ എബോണൈറ്റിനെ ഉരച്ചു കഴിഞ്ഞാൽ എബോണൈറ്റിന് എന്ത് ചാർജാണ് കിട്ടുക, നെഗറ്റീവ് ചാർജാണ് കിട്ടുക. സോ നെഗറ്റീവ് ചാർജാണ് നമ്മുടെ എബോണൈറ്റിന് എന്ന് വരച്ച് വെക്കണം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഇതിന് ഓപ്പോസിറ്റ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം അവിടെ ടച്ച് ചെയ്യുന്നില്ല, അവിടെ അത് വരച്ചു വെച്ചാൽ മാർക്ക് കിട്ടി. റെഡി, ഇനി അടുത്ത് നോക്കുക, സജസ്റ്റ് വേസ് ടു റീറ്റെയിൻ ദ ചാർജ് ഫോംഡ് ഓൺ ദ ചാർജ് റീജിയൻ എ ഇൻ ദ മെറ്റൽ സ്ഫിയർ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ, ആ ഒരു എന്താ ചാർജിനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അങ്ങ് എർത്ത് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ. അവിടെ അതിനെ എർത്ത് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എർത്ത് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, കൃത്യമായിട്ട് നമ്മളുടെ ചാർജ് അവിടെ കുറേ നേരത്തേക്ക് റീറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇനി നോക്കുക, എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. റബ്ബർ സക്കേഴ്സ് സ്റ്റിക്ക് ടു ദ സ്മൂത്ത് സർഫസ് അല്ലേ. റബ്ബർ സക്കേഴ്സ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലേക്ക് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ. അതിന് കാരണം അതാ കൃത്യം ചോദ്യം, വൈ ഡു ദ റബ്ബർ സക്കേഴ്സ് സ്റ്റിക്ക്, എന്തുകൊണ്ടാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി നോക്കുക, എ വെൽ ഇൻഫ്ലേറ്റഡ് ബലൂൺ ബേഴ്സ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ആണ് അല്ലേ. അതായത് ഹീറ്റ് വരുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും. അപ്പം അത് എന്ത് ചെയ്യും, ഡയറക്റ്റ് ചോദ്യം. ഇനി നോക്കിക്കേ, സെയിലേഴ്സ് ആർ യൂസിങ് മാഗ്നറ്റിക് കോമ്പസ് അല്ലേ. നമ്മുടെ ടീച്ചർ അല്ലേ, നമ്മുടെ 5 മിസ് അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് മാഗ്നറ്റിക് കോമ്പസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ്, അത് നാവിഗേറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നോർത്ത് സൗത്ത്, അതിൻ്റെ നമ്മുടെ കോമ്പസിൻ്റെ ഉള്ളിൽ ഒരു നോർത്ത് സൗത്ത് മാഗ്നറ്റ് ആണുള്ളത്. സോ അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കും. സോ നമുക്ക് പോവാം. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നത്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ലൈവിൽ നിന്നും നമ്മുടെ ക്ലാസ്സിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്തോ, ധൈര്യപൂർവ്വം ക്രാഷിൽ ജോയിൻ ചെയ്തോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് മാർക്ക് കിട്ടാഞ്ഞതെന്ന് ഒരേ ഒരു കാര്യമാണ് മിസ്സിന് പറയാനുള്ളൂ. സോ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു എക്സാം ടഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമുക്ക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് കെമിസ്ട്രിയിലെ ചോദ്യങ്ങളുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.